നല്ല അടിപൊളി ചൂട് പഴംപൊരിയും ചായയും കുടിച്ചാലോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ പഴംപൊരിയും ചായയൊക്കെ കുടിക്കാൻ? അപ്പോൾ നമുക്ക് നോക്കാം. ഹായ്, ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പഴംപൊരി ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ വീട്ടിലുള്ള നന്നായിട്ട് പഴുത്ത കുറച്ച് പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മക്കൾക്ക് 4 മണിക്ക് ഒരു ചായയും പഴംപൊരി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതാ ഞാൻ പഴം ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിടുകയാണ് കേട്ടോ. ഒരു 5-6 പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ പഴവും ഞാൻ മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ അതേ പഴമൊക്കെ മുറിച്ചിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അത് നമ്മുടെ കൂട്ട് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് 1/2 കപ്പോളം ഗോതമ്പ് പൊടിയും കൂടെ ഞാൻ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് പഴംപൊരി ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇച്ചിരി പഞ്ചസാര 2-3 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇച്ചിരി മധുരത്തിന് വേണ്ടിയിട്ടാണ്. നല്ല മധുരമുള്ള പഴമൊക്കെ ആണെങ്കിൽ പഞ്ചസാര അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ ഒരിച്ചിരി മധുരം എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കളറിന് വേണ്ടിയിട്ട് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി കൂടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം വെച്ച് നന്നായിട്ട് കുറേശ്ശെയായിട്ട് കുഴച്ചെടുക്കണം. ഞാനങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നന്നായിട്ട് മാവൊക്കെ കുഴച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീൻചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നിടത്ത് നമ്മൾ ഓരോരോ പഴം ഇങ്ങനെ ആ മാവിൽ മുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാനിത് മറച്ചിടുന്നത്. ഇട്ടപാടൊന്നുമല്ല, നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പീഡിൽ കാണിച്ചു പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം സിമ്മിലിട്ടിട്ടാണ് ഞാനിങ്ങനെ പഴംപൊരി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ളിലിട്ട് കഴിഞ്ഞാൽ പുറം ഭാഗം അപ്പടി ചുവന്ന് വന്ന് ഉള്ളിൽ വേവാത്ത പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ സിമ്മിലിട്ടിട്ടാണ് ഒരു മീഡിയം സൈസിൽ തീ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തത്.
അപ്പോൾ നന്നായിട്ട് ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ബ്രൗൺ കളറൊക്കെ ആകുന്ന സമയത്ത് ഞാൻ എടുത്ത് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ദേ നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ പഴംപൊരിയും റെഡിയായി കഴിഞ്ഞു. ദേ നല്ല ചൂട് ചായയും ചൂട് പഴംപൊരിയും റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ.